സോണി ചെറുവത്തൂർ മുൻ ക്രിക്കറ്റർ നമുക്ക് ശ്രീ സോണി ചെറുവത്തൂർ എങ്ങനെ കാണുന്നു ഈ ജയത്തെ? എത്ര കാലമായി ഈ ഫൈനലിൽ വീണു പോകും, അല്ലെങ്കിൽ ഫൈനലിലേക്ക് മുന്നേറാൻ കുതിച്ചെത്തിയാലും കഴിയാതെ പോകും, അവസാനം കിതച്ച് വീണു പോകും എന്നതിനകത്ത് ഈ കളി എങ്ങനെയാണ് പരിധിയിലാക്കാൻ കഴിഞ്ഞത്? അല്ല, തീർച്ചയായിട്ടും സമീപകാലത്ത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് ക്വാളിഫൈ ആയത് തന്നെ വളരെ നിർണായകമായ ചില മത്സരങ്ങൾ വിജയിച്ചുകൊണ്ടാണ് സൗത്ത് ആഫ്രിക്ക എത്തിയത്. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ടെമ്പവും അദ്ദേഹത്തിന്റെ ഗംഭീരമായ പ്രകടനം. എനിക്ക് തോന്നുന്നു 8ന് മുകളിൽ ടെസ്റ്റ് മത്സരങ്ങൾ അദ്ദേഹം നായകനായിട്ടുണ്ടായിട്ടുണ്ട്. ഒരു വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പ്ലെയർ ആണ്. പക്ഷെ തീർത്തും അറിയിക്കുന്ന രീതിയിലുള്ള ഒരു വിജയം തന്നെയാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല സമയത്തും കാൽഡറി പോയിട്ടുണ്ട് നിർണായകമായ സമയങ്ങളിൽ. ഇത്തവണ പക്ഷെ അത്തരത്തിലുള്ള സാധ്യതകളെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഏഡൻ മാർക്കോ എന്ന അണ്ടർ 19 ലോകകപ്പ് സൗത്ത് ആഫ്രിക്കയ്ക്ക് നേടിക്കൊടുത്ത നായകനാണ്. അദ്ദേഹത്തിന്റെ ഗംഭീരമായ ഒരു ഇന്നിംഗ്സ് കൂടി ആയപ്പോൾ മറ്റ് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. ഓസികൾ അല്ലെങ്കിൽ ഓസ്ട്രേലിയക്കാർ സാധാരണ ചെയ്യാറുള്ള പോലെ ആ തിരിച്ചുവരവ് കാണാത്ത ഒരു മത്സരം വലിയ സന്തോഷം. ഇതൊരു വലിയ സന്തോഷമാണ്. 5 വിക്കറ്റിന്റെ ജയമാണ്. ഇന്നത്തെ ഈ അവസാന സമയത്തേക്ക് എത്തുമ്പോൾ ഇതിപ്പോൾ ഉറപ്പിക്കാം എന്ന് തോന്നിയിരുന്നു. ഇപ്പോൾ മാറി മറിയുന്ന മാറ്റിമറിച്ചലിന്റെ അനിശ്ചിതത്വമൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അല്ല, തീർച്ചയായിട്ടും നമ്മൾ ഓസ്ട്രേലിയക്കാരെ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ടീമിനെ ഒരിക്കലും നമുക്ക് കുറച്ച് കാണാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസം ഇന്നലെ വളരെ മികച്ച മൊമെന്റത്തിലായിരുന്നു സൗത്ത് ആഫ്രിക്ക ഉണ്ടായിരുന്നത്. പക്ഷെ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരു 70 റൺസിനടുത്തൊക്കെ വെച്ച് നിന്ന് കളി അവസാനിപ്പിക്കുമ്പോൾ, ദിവസം അവസാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു പുതിയ ദിവസം ബൗളേഴ്സ് ഫ്രഷ് ആയിരിക്കും, വിക്കറ്റിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് ഉണ്ടാവാം, അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഭാഗത്ത് സൗത്ത് ആഫ്രിക്കയും മറുഭാഗത്ത് ഓസ്ട്രേലിയയും ആയതുകൊണ്ട് തന്നെ ഇതിനു മുമ്പും പല ലോകകപ്പ് മത്സരങ്ങളും നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളതായതുകൊണ്ട് തന്നെ ചോക്കേഴ്സ് എന്നുള്ള ടാഗ് സൗത്ത് ആഫ്രിക്കയ്ക്ക് ചേരില്ല എന്നുള്ളത് ഏറ്റവും ഒടുവിൽ ആരാധകർ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. 1998 ബംഗ്ലാദേശിനെതിരെ നടന്ന ICC നോക്കൌട്ട് ട്രോഫി അത് വിജയിച്ച ശേഷം 27 വർഷങ്ങൾക്കിപ്പുറം ICC കിരീടം നേടാനാകുന്നു. അതാണല്ലോ ഈ നേട്ടത്തിന്റെ ഒരു കാതൽ, ഒരു കാമ്പ്. ഈ കാത്തിരിപ്പിനൊടുവിൽ കഴിയാതെ പോയതെന്തോ അതിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നതാണല്ലോ. ഈ അവസാന ദിനത്തിലേക്കൊക്കെ എത്തുമ്പോൾ അങ്ങ് ആദ്യം എങ്ങനെയാണ് ഈ മത്സരത്തെ, ഈ ഫൈനലിനെ പ്രഡിക്റ്റ് ചെയ്തിരുന്നത്? സാധ്യതകൾ എങ്ങനെയായിരുന്നു? ഓസീസായിരുന്നോ ദക്ഷിണാഫ്രിക്ക ആയിരുന്നോ എന്ന കാര്യത്തിൽ പിന്നീട് ഈ മത്സരം മുന്നോട്ട് പോകുമ്പോൾ ഒടുവിൽ ആ നിലയിൽ, ആ പ്രതീക്ഷയിൽ മാറ്റം ഉണ്ടാവുകയായിരുന്നു? അല്ല, ശരിക്കും തുല്യ ശക്തികൾ തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു. ഒരു സമീപകാലത്ത് സൗത്ത് ആഫ്രിക്കൻ ടീം കാണിച്ചിരുന്ന ഒരു സ്ഥിരത ഈ മത്സരത്തിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അവസാന സമയങ്ങളിലൊക്കെ അവർ വിക്കറ്റുകൾ കൊണ്ട് തുലച്ചതും അല്ലെങ്കിൽ അതിനുശേഷം ഓസ്ട്രേലിയ പിടിമുറുക്കാൻ സാധ്യതയുള്ള സമയത്തുമൊക്കെ ചില കൂട്ടുകെട്ടുകൾ വരുന്നതൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സ്റ്റീവൻ സ്മിത്തിന്റെ വിക്കറ്റ് ലഭിച്ചത് പ്രത്യേകിച്ച് ആദ്യ ഇന്നിംഗ്സിലായിക്കോട്ടെ രണ്ടാം ഇന്നിംഗ്സിലും ആ വിക്കറ്റ് നേടാൻ സാധിച്ചു. ആദ്യ ഇന്നിംഗ്സിൽ ഏഡൻ മാർക്കറത്തിന്റെ ഒരു പാർട്ട് ടൈം ഓഫ് സ്പിന്നിലാണ്, രണ്ടാം ഇന്നിംഗ്സിൽ ലുങ്കി എങ്കടിക്കാണ് ആ വിക്കറ്റ് സ്വന്തമാക്കാൻ വെച്ചത്. അത് ഈ മത്സരത്തിൽ ക്രൂഷ്യൽ ആയിട്ടുണ്ട്. കാരണം പലതവണയും ഓസ്ട്രേലിയ രക്ഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമയങ്ങളിൽ എതിർ ടീമിൽ നിന്ന് മത്സരത്തെ എടുത്ത് മാറ്റിയിരുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ സ്റ്റീവൻ സ്മിത്ത് ആയിരുന്നു. നന്ദി ശ്രീ സോണി ചെറുവത്തൂർ. ദക്ഷിണാഫ്രിക്ക ലോക ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചാമ്പ്യന്മാർ ആവുകയാണ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ തലപ്പത്തേക്ക് ദക്ഷിണാഫ്രിക്ക എത്തുമ്പോൾ പതിവില്ലാത്തൊരു ചരിത്രം എഴുതി ചേർക്കപ്പെടുന്നു. ഓസീസ് എന്ന ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ വീർ എന്ന വാക്ക് എഴുതി ചേർക്കുന്ന, കിരീടം തങ്ങളുടെ പേരിന് നേർക്ക് എഴുതി ചേർക്കാൻ കിടയറ്റ ടീം, ആ ടീമിന് എതിരാണ് ഇപ്പോൾ ഒരു വിജയം നേടുന്നത്. ഓസീസിനെതിരെ ദക്ഷിണാഫ്രിക്ക ലോക ക്രിക്കറ്റ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ തലപ്പത്തേക്ക് എത്തിയിരിക്കുകയാണ്. സോണൽ കൃഷ്ണ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി എത്തുന്നത്. സോണൽ, ഇന്നത്തെ കളിയെക്കുറിച്ച് കൂടി, അവസാന വിജയത്തിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപ് ഏത് തരത്തിലായിരുന്നു? തീർച്ചയായിട്ടും രതീഷ്, പ്രധാനമായി പറയേണ്ടത് ഇന്നലെ കളി അവസാനിക്കുന്നത് മുതൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് സാധ്യതകൾ ഉണ്ടെന്ന് പറയുമ്പോഴും ഓസ്ട്രേലിയയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിച്ച് കളി മാറി മറിയാമെന്നുള്ള കാര്യം കൂടി കായിക നിരീക്ഷകർ സൂചിപ്പിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഈ പ്ലെയേഴ്സിനും ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അപ്പോഴാണ് കൃത്യമായി ക്യാപ്റ്റനും അതുപോലെ തന്നെ മക്രമൊക്കെ ഗ്രീസിൽ നിന്നുകൊണ്ട് കൃത്യമായി ഫോക്കസ് ചെയ്ത് ആ കളിയെ തങ്ങളുടെ ദിശയിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു രീതി ഏറ്റവും സന്തോഷിപ്പിക്കുന്നു. നമുക്കറിയാം, ആ കാണികൾക്കിടയിലേക്ക് എബി ഡിവില്ലിയേഴ്സ് ഉൾപ്പെടെയുള്ള താരങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അവരൊക്കെ ആ ഒരു കളി കണ്ട് അത് സംതൃപ്തി അണയുന്ന കാഴ്ച നമ്മൾ ആ വിജയിച്ച് അവർ ആ ഗ്രൗണ്ടിലേക്ക് പാഞ്ഞെടുക്കുന്ന കാഴ്ച കണ്ടപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചതാണ്. എന്തായാലും പ്രധാനമായി പറയേണ്ടത് കൃത്യമായ ലക്ഷ്യത്തോടു കൂടി, സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാം അക്രമൊക്കെ സെഞ്ചുറി അടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുഖത്തൊരു പുഞ്ചിരി പോലും ഇല്ലായിരുന്നു. കാരണം ഏത് വിധേനയിലും ഈ കപ്പ് സ്വന്തമാക്കണം, തങ്ങൾ ചാമ്പ്യന്മാരാകണം എന്നുള്ള ഒരു നിശ്ചയം അദ്ദേഹത്തിന്റെ ഒക്കെ മനസ്സിലുണ്ടായിരുന്നു. അത് അവിടെ സാധ്യമായ ഒരു രാജ്യത്തിന്റെ ഒട്ടാകെയുള്ള ഒരു കാത്തിരിപ്പ്, ആ കാത്തിരിപ്പിന് ഇവിടെ വിരാമമിടുന്നു എന്നുള്ളത് തന്നെ നമുക്ക് ആവർത്തിച്ച് പറയേണ്ട സാഹചര്യമുണ്ട്.